സ്ലോയിൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ എൻട്രൻസിന് എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചപ്പോൾ മാത്രമേ പറയുള്ളൂ. ബോർഡിൽ എഴുതുന്ന സാധനം പിന്നെ ഡിറ്റക്ട് ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളൊക്കെ എഴുതി പോയാൽ കേട്ടോ. ഏതാ സബ്ജക്റ്റ്? What do you mean by physics? What do you mean by physics? നമ്മൾ സാധനം പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം അതെന്താണെന്നല്ല അറിയണ്ടേ. ഇത് നമ്മൾ പറയാണ് കാർഡിയോളജി. കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ്? ഹാർട്ട്. മനസ്സിലായി? ഞങ്ങൾ ബീഫാണ്. ഓക്കെ, അപ്പൊ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പല ബ്രാഞ്ചുകളുണ്ടല്ലോ. അപ്പൊ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം? ഹാർട്ട് റിലേറ്റഡാണ്. ഓക്കെ, ദന്തൽ പല്ല് റിലേറ്റഡാണ് ആണല്ലോ. ഓർത്തോ, ബോൺസ് ആണ്. ന്യൂറോ, ബ്രെയിൻ ആണോ? ന്യൂറോ, നെർവ്സ്, ഞരമ്പുകൾ. ക്ലിയർ? അപ്പൊ ഓരോ വിഭാഗം എന്താണെന്ന് ഞാൻ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാം. ശരിയല്ലേ? ഇപ്പൊ കാർഡിയോളജി എന്താണ്? ഹാർട്ട് റിലേറ്റഡ് ആണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. പക്ഷെ അതൊന്നും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അറിയാം. നമ്മൾ വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫിസിക്സ്. അതെന്താണെന്ന് ചോദിച്ചപ്പോ ഒന്ന് എത്തിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻട്രൻസിന് വരൂ. What do you mean by physics? ഫിസിക്സ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതെന്താണ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻട്രൻസിന് വരുമോ? ഇല്ല, ചാൻസ് ആണ്. ചോദിച്ചിട്ട് പോവാം. നേരത്തെ നീറ്റിൽ എയിംസ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ടാവും. എയിംസ് കേട്ടുണ്ടാവുക, മെഡിസിനുകാർക്ക് അറിയാം. എയിംസിലെ ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സ് മീൻസ് ഡാഷ്. സോ നമുക്ക് അവിടെ വന്ന ആൻസർ അതിലെ റൈറ്റ് ഓപ്ഷൻ ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇത് നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇവിടെ മുതൽ നിങ്ങൾ നോട്ടിലേക്ക് വലിയ തുടങ്ങിക്കോളാം. ഓക്കെ, സോ എന്താണ് ഫിസിക്സ്? Physics is the branch of science. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. It's the branch of science which deals with the study of interaction between matter and energy. So, physics is the study of interaction between matter and energy. Physics is a study of interaction between matter and energy. ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ടാവും. അതിനകത്തെ കീ വേർഡ്സ് ആയിരിക്കും. നമുക്ക് മെയിൻ ആണെന്ന് തോന്നുന്ന രണ്ട് വേർഡ്സ് ആയിരിക്കും, മാറ്റർ ആൻഡ് എനർജി. സോ എന്താ മാറ്റർ എന്ന് വെച്ചാൽ? മാറ്ററും എനർജിയാണ് ഇവിടുത്തെ കീ വേർഡ്സ്, മെയിൻ ഫോക്കസ് ചെയ്യേണ്ട വേർഡ്സുകളാണ്. സോ മാറ്റർ മീൻസ് എന്താണ്? മാസ് ഉള്ള എന്ത് സാധനത്തെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കും. എനിത്തിങ് വിച്ച് ഹാസ് മാസ്, അതാണ് മാറ്റർ. ശരിയല്ലേ? അത് ചെറിയ സാധനം മുതൽ വലിയ സാധനം വരെയുണ്ട്. ഇപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ ഒക്കെ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്. ചെറിയൊരു എലമെന്റ് മുതൽ വലുത് വരെയുണ്ട്. ഈ മാർക്കർ മാസുള്ള സാധനമാണ്, ഈ ചെയർ മാസുള്ള സാധനമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ മാസുള്ള സാധനത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. ആ മാറ്ററും എനർജിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്റ്റഡിയാണ് എന്ന് വിളിക്കുന്നത് ഫിസിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഒന്നുകൂടി നോക്കാം. മാസുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഫാൻ. ഫാനിന് മാസം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ബൾബ് മാസം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അപ്പൊ ഫാൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ തൽക്കാലം എടുക്കും, അല്ലെങ്കിൽ ബൾബ് എന്ന് പറഞ്ഞൊരു സാധനം തൽക്കാലം എടുക്കും. മാസമുള്ളൊരു സാധനമാണ്. മാസമുള്ളൊരു സാധനമാണ്. ആ മാസമുള്ള സാധനത്തിലേക്ക് ക്ലിയർ ആക്കാം. ആ മാസമുള്ള സാധനത്തിലേക്ക്, ഒരു മാറ്ററിലേക്ക്, ഒരു ഒബ്ജക്റ്റിലേക്ക് ഞാൻ ഒരു എമൗണ്ട് ഓഫ് എനർജി സപ്ലൈ ചെയ്യാൻ പോവാണ്. മനസ്സിലാക്കാം? ഒരു എമൗണ്ട് ഓഫ് എനർജി സപ്ലൈ ചെയ്യാൻ പോവാണ്.
അങ്ങനെ ആ എനർജി കിട്ടിക്കഴിയുമ്പോൾ അതിന് എന്തോ ചേഞ്ച് സംഭവിക്കുന്നു, അതിന്റെ ബിഹേവിയറൽ ചേഞ്ച് സംഭവിക്കുന്നു അല്ലെ. ഫാനിലേക്ക് എനർജി കിട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഫാൻ റൊട്ടേറ്റ്. അപ്പൊ ആ എനർജി ഇല്ലെങ്കിലോ കറങ്ങൂല. സിമ്പിൾ. ഫാനിന്റെ കേസ് അത്ര പറയാം. ബൾബ് തന്നെയാണ്. ബൾബിലേക്ക് എനർജി കിട്ടുമ്പോൾ അത് ഗ്ലോ ചെയ്യും. ആ എനർജി ഇല്ലെങ്കിലോ ചെയ്യില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് എനർജി കൊടുക്കാം, അത് ഏത് ഫോമിൽ കൊടുക്കാം, എത്ര എമൗണ്ട് കൊടുക്കാം എന്നുള്ളതൊക്കെ അതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ ബൾബിലേക്ക് ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം, ശരിയല്ലേ? പല ഫോംസ് ഓഫ് എനർജി ഉണ്ട്. ഇലക്ട്രിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഹീറ്റ് എനർജി, പല ഫോംസ് ഉണ്ട്. എനിവേ ഏതെങ്കിലും ഒരു ഫോം നമ്മൾ കൊടുക്കണം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫോം. ക്ലിയർ? ഓക്കെ. ഇനി എത്ര കൊടുക്കണം അതും ഇമ്പോർട്ടന്റ് ആണ്. ഫാനിലേക്ക് നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ ബൾബിലേക്ക് കൊടുക്കുകയാണ്, 11 kV നേരെ എടുത്തൊരു ബൾബിലേക്ക് കൊടുക്കാൻ സംഭവിക്കും, അത്ര ഹൈ വോൾട്ടേജ് അതിന് ആവശ്യമില്ല, ശരിയല്ലേ? ഇറ്റ് വിൽ ഡാമേജ്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജി വേണം കൊടുക്കണം. അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കണം. അതിൽ കൂടുതൽ കൊടുത്താൽ ഇറ്റ് വിൽ ഡാമേജ്, അതിൽ കുറവ് കൊടുത്താൽ ഇറ്റ് വോണ്ട് വർക്ക്. അല്ലേ? നമുക്കറിയാം ബൾബിലേക്ക് ചെറിയ വോൾട്ടേജ് കൊടുക്കുമ്പോൾ അത് ഡിം ആവും അല്ലേ? വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അത് ബ്രൈറ്റ് ആവും. അതിന് ആക്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ടാവും, അതിലാണ് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൽ കൂടുതൽ വോൾട്ടേജ് പോയാൽ അടിച്ചു പോകും. ഇതാണ് നമ്മൾ സംഭവിക്കുന്നത്. അപ്പൊ അതിന് വേണ്ട ഫോം ഓഫ് എനർജി കൊടുക്കുക, അത് എത്ര എമൗണ്ട് ആണോ വേണ്ട അത് മാത്രം കൊടുക്കുക. ഇതല്ലേ അവിടെ സംഭവിക്കുന്നത്. ഇതെല്ലാ സ്ഥലത്തും നമ്മുടെ ബോഡിയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മനസ്സിലാക്കാം? അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്താ സംഭവിക്കണേ? നമ്മൾ രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ചു ഇല്ലയോ? കഴിച്ചു. ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചു, ഇഡലി കഴിച്ചു. ആണോ? ഇഡലി, ദോശ, ചമ്മന്തി മാസമുള്ള സാധനമാണോ? മാസമുള്ള സാധനമാണോ? ദോശ മാസമുണ്ടോ? ഉണ്ട്. ഒരു ഒബ്ജക്റ്റ് ആണത്, മാസമുള്ള സാധനമാണ്. ആ മാസമുള്ള സാധനം നമ്മൾ കഴിച്ചു, കിടപ്പുണ്ട്. എന്ത് സംഭവിക്കും? ദോശ കിടക്കുന്നു. എന്ത് ചെയ്യും? നിങ്ങൾ സാധാരണ ഭാഷ പറഞ്ഞാൽ നമ്മൾ വിധിച്ചൊന്നും അറിയില്ല. എന്ത് സംഭവിക്കും? ഈ ദോശ അവിടെ കിടന്ന് എന്ത് ചെയ്യും? ദഹിക്കും അല്ലേ? ദഹനം, ഡൈജഷൻ. അത് ബയോളജിയിൽ നമ്മൾ പറയുമ്പോൾ ഡൈജഷൻ ആയി. ഫിസിക്സിൽ നമ്മൾ പറയുമ്പോൾ ആ മാസമുള്ള സാധനം ഇറ്റ് വിൽ കൺവേർട്ടഡ് ഇൻടു എനർജി. ഒരേ സാധനത്തെ രണ്ട് രീതിയിൽ പറയുന്നു. ഒരേ സാധനം ബയോളജിയിൽ പഠിക്കുമ്പോൾ നമ്മൾ അതിനെ ഡൈജഷൻ എന്ന് പറയുന്നു, ശരിയല്ലേ? ഫിസിക്സിൽ നമ്മൾ അതിനെ എന്ത് പറയും? മാസ് ഏത് രൂപത്തിലേക്ക് മാറി? എനർജി ആയിട്ട് കൺവേർട്ട് ആയി. രണ്ട് വേർഡ്സേ ഉള്ളൂ. മാറ്റർ എനർജി, മാസ് എനർജി ആയി മാറി. ക്ലിയർ? ആ എനർജി വീണ്ടും എന്താവുന്നുണ്ട്? വീണ്ടും മാസ് ആവുന്നുണ്ട്. മനസ്സിലാക്കാം? ഒന്നെങ്കിൽ എനർജി അത് മാസിലേക്ക് കൺവേർട്ട് ആവും, മാസ് വീണ്ടും എനർജിയിലേക്ക് കൺവേർട്ട് ആവും. ഇതിങ്ങനെ സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ രാവിലെ ദോശ കഴിച്ചു. ദോശ മാസമുള്ളതാണോ? മാസമുള്ള സാധനം. ഈ മാസമുള്ള സാധനം നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് എനർജി ആയിട്ട് കൺവേർട്ട് ആവും. ആ എനർജി ഉപയോഗിച്ച് വീണ്ടും മാസ് ഫോം ചെയ്യും. അതാണ് നമ്മുടെ ബോഡി സെൽസ്. നമ്മൾ ജനിച്ചപ്പോഴേ ഇത്ര വലുതായിട്ടല്ല വന്നത് അല്ലേ? പുതിയ സെൽസ് ഉണ്ടാകുന്നുണ്ട്, വലുതാവുന്നുണ്ട്. ഈ സെല്ലുകൾ എത്രയായി? ഇതെന്നായി? ഈ എനർജി കൺവേർട്ട് ആകണ്ടേ? മനസ്സിലായില്ലേ? ഈ രണ്ട് പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ രാവിലെ ആഹാരം കഴിച്ചു, നമുക്ക് എനർജി ഒക്കെ കിട്ടി. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ടയർഡാവും. എന്തുകൊണ്ട് ഈ ടയർഡാവുന്നത്? എനർജി കുറയുന്നു, എനർജി ലൂസ് ആവുന്നുണ്ട്. സോ ആ ഒബ്ജക്റ്റിൽ നിന്ന് എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് രണ്ട് സംഭവിക്കുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റിലേക്ക് എനർജി കിട്ടുന്നുണ്ട്, ഒബ്ജക്റ്റിൽ നിന്ന് എനർജി ലൂസ് ആവുന്നുണ്ട്. ഫാൻ കിടക്കുന്നു, അവിടെ ചൂടാവുന്നുണ്ട്, ഹീറ്റ് എനർജി ലോസ് അവിടെ സംഭവിക്കുന്നുണ്ട് ഇല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റഡിയാണ് ശരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എയിംസിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഫിസിക്സ് എന്താണെന്ന് വെച്ചാൽ ഒറ്റ വേർഡിൽ പറഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കേണ്ട എന്താണ്? ഫിസിക്സ് ഇസ് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ മാറ്റർ ആൻഡ് എനർജി. ഈ രണ്ട് കീവേഡ്സ് ആണ് ഏറ്റവും important. ഈ ലോകത്ത് നിങ്ങൾ എന്ത് നോക്കിയാൽ ഈ രണ്ട് സാധനം ഒന്നെങ്കിൽ മാസിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ എനർജിയുടെ രൂപത്തിൽ. നിങ്ങൾ എന്ത് സാധനം എടുക്കും, ഈ സാധനം ഇവിടെ എന്ത് വേണമെന്ന് നോക്കിയോ? ഈ സാധനം എടുത്ത് ഞാൻ കത്തിച്ച് കളയാൻ പോവാം, ഈ ചെയറെടുത്ത് ഞാൻ കത്തിച്ച് കളയാൻ പോവാം. ഇതിപ്പോ മാസിന്റെ രൂപത്തിലായിരിക്കണം അല്ലെ? ചെയർ എന്ന് പറയുന്ന മാസുണ്ട്. കത്തിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീ കൊളുത്തി കത്തിച്ചു, എന്ത് സംഭവിക്കും? പോയി. എവിടെ പോയി? എനർജി ആയിട്ട് കൺവേർട്ടായി. ഓക്കെ. ഇനി നമുക്ക് രണ്ട് കീവേഡ്സ് ആണ് പറയുന്നത്, മാറ്ററും എനർജി. എന്താണ് നമ്മുടെ എനർജിയുടെ റേഞ്ച് എന്ന് പറയുന്നത്? റേഞ്ച് ഓഫ് എനർജി എത്രയാണ്? റേഞ്ച് ഓഫ് എനർജി ഇതൊക്കെ നിങ്ങളുടെ +1 ടെക്സ്റ്റിൽ ഉള്ളതാണ്.
ടെക്സ്റ്റ് വായിച്ചിട്ടില്ലല്ലോ. ഓക്കെ, റേഞ്ച് ഓഫ് എനർജി എത്രയാണ്? എന്താ റേഞ്ച് മീൻസ്? റേഞ്ച് റേഞ്ച് വീട്ടിൽ ബൈക്ക് ഉണ്ടോ? ഉണ്ടോ? ആ ബൈക്കിന് എടുക്കാവുന്ന ഏറ്റവും മിനിമം സ്പീഡ് എത്രയാണ്? 0 km/h അല്ലേ? ആ ബൈക്കിന് എടുക്കാവുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്? ആ ബൈക്കിന്, വീട്ടിലിരിക്കുന്ന ബൈക്കിന് എടുക്കാവുന്ന മാക്സിമം സ്പീഡ് എത്രയാണ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്ററിലെ ഏറ്റവും വലിയ വാല്യൂ. നമ്മൾ എടുക്കില്ല എന്നുള്ളത് രണ്ടാമതാണ്, അതിന് എടുക്കാം എന്നുള്ളത് എത്രയാണ്? ചുമ്മാ വീട്ടിൽ ഒന്ന് നോക്കാൻ പോണില്ല. ഓക്കെ, മീറ്റർ എഴുതി വെച്ചിട്ടല്ലേ? ഓക്കെ, അപ്പൊ 250 ആണെന്ന് വിചാരിക്കാം. സാധാരണ ഒരു 120, 140 റേഞ്ച് ആണ്. കുറച്ചും കൂടി ഇത് കൂടി സാധാരണ 250 വരെ ഉണ്ടാവും. ഏത് ബൈക്ക് അപ്ഗ്രേഡ്? ഓക്കെ, 250 ആണെന്ന് വിചാരിക്കാം. അവന്റെ കയ്യിലിരിക്കുന്ന ബൈക്കിന്റെ മിനിമം സ്പീഡ് എത്രയാണ്? മിനിമം 0, മാക്സിമം എത്രയാണ്? 250. അപ്പൊ വാട്ട് ഈസ് ദ സ്പീഡ് റേഞ്ച് ഓഫ് ദാറ്റ് ബൈക്ക്? What is the speed range of that bike എന്ന് ചോദിച്ചാൽ 0 to 250. മനസ്സിലായോ? ക്ലിയർ ആയോ? കാർ ഉണ്ടെന്ന് വിചാരിക്കുക, കാർ ഉണ്ട്. ആ കാറിന് എടുക്കാവുന്ന ഏറ്റവും മിനിമം സ്പീഡ് എത്രയാണ്? 0. മാക്സിമം എത്രയാണ്? എന്തായാലും അവൻ 250 പറഞ്ഞു, വേറെ എന്തെങ്കിലും വാല്യൂ പറയാം. ചുമ്മാ ഒരു വാല്യൂ പറയാം, ആരും ചെക്ക് ചെയ്യുന്നില്ല. ഒരു 300. ക്ലിയർ ആയോ? അപ്പൊ ആ കാറിന്റെ സ്പീഡ് റേഞ്ച് എത്രയാണ്? 0 to 300 എന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ സ്പീഡ് റേഞ്ച് എത്രയാ? ഈ ബൈക്കിന്, അവന്റെ കയ്യിലിരിക്കുന്ന ബൈക്കിന്റെ സ്പീഡ് റേഞ്ച് എത്രയാ? 0 to 250. അവിടുത്തെ കാറിന്റെ സ്പീഡ് റേഞ്ച് എത്രയാ? 0 to 300. അപ്പൊ റേഞ്ച് മീൻസ് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ. അതിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. വണ്ടി ആയതുകൊണ്ട് നമ്മൾ സ്പീഡ് റേഞ്ച് എന്ന് പറയും. അത് എന്തിന്റെയാണോ അതിന്റെ മിനിമം വാല്യൂ ടു മാക്സിമം പറയും. ക്ലിയർ? അപ്പൊ എനർജിയുടെ റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? മിനിമം വാല്യൂ ഓഫ് എനർജി ടു മാക്സിമം വാല്യൂ ഓഫ് എനർജി. ക്ലിയർ അല്ലേ? ഒരു സ്ഥലത്ത് ഒട്ടും എനർജി ഇല്ലാന്ന് വിചാരിക്കാം, അവിടുത്തെ വാല്യൂ എത്രയാ? ഒരു സ്ഥലത്ത് ഒട്ടും എനർജി ഇല്ല, യെസ്, അവിടുത്തെ വാല്യൂ എത്രയാ? പറയട്ടെ, 0. എൻറ്റയർ യൂണിവേഴ്സിന്റെ ടോട്ടൽ എനർജി എത്രയാണ്? വാട്ട് ഈസ് ദ എനർജി ഓഫ് യൂണിവേഴ്സ്? പറയട്ടെ, എനർജി ഓഫ് യൂണിവേഴ്സ്. മൊത്തം എനർജിയുടെ, മൊത്തം യൂണിവേഴ്സിന്റെ എനർജി എത്രയാണ്? യെസ്, ഇൻഫിനിറ്റി. നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കാരണം നമുക്ക് അളക്കാൻ സാധിച്ചിട്ടില്ല, അത്രയും വലുതാണ്. അളക്കാൻ സാധിക്കുന്നില്ല, അത്രയും വലുതാണ്. സോ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? 0 to ഇൻഫിനിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയോ? യെസ്, നോട്ട് ചെയ്തു പോവാ. ഇതേപോലെ തന്നെ എനർജിയുടെ റേഞ്ച് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആരുടെ റേഞ്ച് പറയണം? മാറ്ററിന്റെ. സോ വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് മാറ്റർ which we are studying in physics? റേഞ്ച് ഓഫ് മാറ്റർ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന മാറ്ററിന്റെ റേഞ്ച് എത്രയാണ്? റേഞ്ച് മീൻസ് എന്താണ്? what is the range? minimum value to maximum value. Okay, so range of matter which we are studying in physics ചോദിച്ചാൽ that is 10 raised to minus 31 kilogram to 10 raised to 55 kilogram is the answer. 10 raised to minus 31 kilogram to 10 raised to 55 kilogram is the range of physics which we are studying in physics. Okay, so 10 raised to 55 എന്നുള്ള വാല്യൂ ഇതെല്ലാം നമുക്ക് ഏതെങ്കിലും എൻട്രൻസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഥ പോലെ ഇങ്ങനെ പറഞ്ഞു പോവാണ്, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കോളും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ 10 raised to 55 എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം വാല്യൂ. ഇല്ലേ? റേഞ്ച് മീൻസ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. റേഞ്ച് മീൻസ് വാട്ട്? മിനിമം വാല്യൂ ടു മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നതിന്റെ വാല്യൂ എത്രയാണ്? മാറ്ററിനെ സംബന്ധിച്ച് 10 raised to 55. അല്ലേ? മാക്സിമം എന്ന് പറയുന്നത് 10 raised to 55. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? ബിക്കോസ് മാസ് ഓഫ് ദ യൂണിവേഴ്സ് is estimated as mass of
യൂണിവേഴ്സ്, ഈ മൊത്തം ലോകത്തിന്റെ യൂണിവേഴ്സിന്റെ മാസ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 10⁵55 കിലോഗ്രാം ആണ്. ഇതൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്ലസ് വണ്ണിലെ ടെക്സ്റ്റുകൾ തൂക്കി വിറ്റോ? ഇല്ല. കിട്ടിയിരിക്കില്ലേ? അവസരം കേട്ടോ. അപ്പോ മാസ് ഓഫ് യൂണിവേഴ്സ് എത്രയാണ്? 10⁵55 കിലോഗ്രാം. Again ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ യൂണിവേഴ്സിന്റെ മാസ് നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തത്? ആലോചിക്കും, നമുക്കൊരു വെയിങ് മെഷീൻ ആയിട്ട് പോകാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ വെയിറ്റ് അറിയണം. നമുക്ക് നേരെ ഒരു വെയിങ് മെഷീനിലേക്ക് കയറിയിക്കാം അല്ലേ? ഈ യൂണിവേഴ്സിന്റെ എങ്ങനെയായിരിക്കും? പറ്റുമോ? എർത്തിന്റെ പറ്റുമോ? ഒരു വെയിങ് മെഷീൻ ആയിട്ട് എർത്തിന്റെ പടത്തിൽ വരാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ അത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനാണ്, അല്ലാതെ നമ്മളൊരു വെയിങ് മെഷീൻ ആയിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് പോവല്ല. ക്ലിയറായോ? അപ്പൊ നമുക്കൊരു സാധനം മെഷർ ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ബൈ യൂസിങ് എൻ ഇൻസ്ട്രുമെന്റ്, ബൈ യൂസിങ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഓക്കെ? ഒരു സാധനം അളക്കണമെങ്കിൽ മെഷർ ചെയ്യണമെങ്കിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെ രണ്ട് മെത്തേഡ്സ്? ഒന്നെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ. ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് എന്നാണ്. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നാണ്. ക്ലിയർ അല്ലേ? ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഡയറക്റ്റ് മെത്തേഡ്. പക്ഷേ ഇപ്പൊ എന്റെ ഹൈറ്റ് എനിക്ക് അറിയണം. എന്റെ ഹൈറ്റ് അറിയണമെങ്കിൽ എനിക്കൂടെ ഒരു ടേപ്പ് വയ്ക്കാം. ആ ടേപ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടൂളാണ്, ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. മനസ്സിലായോ? പക്ഷെ അതേസമയം എർത്തിന്റെ ഡയമീറ്റർ അളക്കണം, ഏത് ടേപ്പ് ആയിട്ട് നമ്മൾ പോകും? ശരിയല്ലേ? പറ്റുമോ? ഇല്ല. അവിടെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്. ക്ലിയറാണോ? ഇങ്ങനെയാണ് നമ്മൾ സാധനം അളക്കുന്നത്. ഓക്കെ, എനിവേ നമുക്ക് മാസ് ഓഫ് യൂണിവേഴ്സ് കിട്ടിയിരിക്കുന്നത് 10⁵55 കിലോഗ്രാം. അതുപോലെ തന്നെ 10⁻³ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മിനിമം വാല്യൂ ആണ്. ഇങ്ങനെ ഒരു വാല്യൂ എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർമ്മയുണ്ടോ? 10⁻³ പ്ലസ് 2 എക്സാം കഴിഞ്ഞിരിക്കുന്നവരാണ്. 10⁻³ യെസ്, കറക്റ്റ്. ശരിയാ? 10⁻³ എന്നുള്ളൊരു വാല്യൂ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ എത്രയാ? മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ പറഞ്ഞിട്ടുണ്ടോ? ഒരു സാധനം കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോൺ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? ഇപ്പൊ 10⁻³ ഉണ്ടായിരുന്നു. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയാ? ഇവിടെ അത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. അത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. 1.6 × 10⁻19 കൂളാം. The charge of electron, അല്ലേ? ഞാൻ ചോദിച്ചത് മാസ് ഓഫ് ഇലക്ട്രോൺ is 9.1 × 10⁻31 കിലോഗ്രാം. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? 9.1 × 10⁻31 കിലോഗ്രാം. അവിടെ 10ന്റെ പവർ നോക്കി. എക്സാക്ട് വാല്യൂ ഒന്നും അല്ല നമ്മൾ എഴുതുന്നത്. അവിടെ 9.1 ഉണ്ട് അതിന്റെ കൂടെ. പക്ഷെ 10ന്റെ കൂടെ നോക്കാൻ 10⁻31 കിലോഗ്രാം. ക്ലിയർ? അപ്പൊ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചിന്ത വരേണ്ടത്, യൂണിവേഴ്സ് വലുത്, ഇത് ചെറുത്. അപ്പൊ ഇലക്ട്രോൺ ആണ് ഏറ്റവും ചെറുത്. അതുകൊണ്ടാണ് ഇവിടെ മിനിമം നമ്മൾ ഇടാൻ കാരണം, അല്ലേ? റേഞ്ച് മീൻസ്, വീണ്ടും ഞാൻ ചോദിക്കുന്നു, what do you mean by range? മിനിമം വാല്യൂ ടു. അപ്പൊ മിനിമം എന്ന് ഞാൻ പറഞ്ഞിട്ടേക്കുന്നത് ആരുടെ മാസിനെയാണ്? ഇലക്ട്രോണിന്റെ മാസിനെയാണ്. അപ്പൊ ഇലക്ട്രോൺ ആണ് ഏറ്റവും ചെറുത്. അടുത്ത ചോദ്യം അല്ലേ? അല്ലേ? whether electron is the smallest particle, yes or no? ഇലക്ട്രോൺ ആണോ ഏറ്റവും ചെറുത്? അതൊക്കെ ആണോ? ആണോ? അറിയില്ല സാർ. ആണോ? ആറ്റംസ് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? പ്ലസ് 2 ഇപ്പൊ എക്സാം കഴിഞ്ഞല്ലേ ഉള്ളൂ. ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? അതിനകത്ത് വേറെ എന്തെങ്കിലും വേർഡ്സുകൾ കണ്ടോ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്തെങ്കിലും കണ്ടോ? സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ അല്ല ഏറ്റവും ചെറുത്. നമുക്ക് ആകെ ആറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പഠിച്ചു വെച്ചേക്കണ ഏതൊക്കെയാ? ഒന്ന് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇത്രേ നമുക്ക് അറിയുള്ളൂ. ഇതിനകത്ത് വേറെ സാധനം ഉണ്ട്, വസ്തുവിലുള്ളതാ. പൈ വെച്ചേക്കുന്ന എഴുതിയിട്ടുണ്ടോ നിങ്ങള്? പൈ പ്ലസ്, പൈ മൈനസ്, മെസോൺസ് ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, വിട്ടേ.
ഓക്കെ യെസ്. അപ്പൊ ഇലക്ട്രോണേക്കാൾ ചെറിയ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോൺ അല്ല ഏറ്റവും ചെറുത്, പക്ഷെ ഇലക്ട്രോൺ പ്രത്യേകത, ഇലക്ട്രോണിന്റെ പ്രത്യേകത അത് ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ഞാൻ എഴുതുന്ന അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ ഈസ് ദ സ്മോളസ്റ്റ് stable particle in the universe. Smallest stable particle in the universe. That's the question. Electron is the smallest stable particle in the universe. Smallest stable. In the smallest particle എന്ന് പറയുന്നത് വേർഡുകൾ ശ്രദ്ധിക്കുക. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ എന്ന് മാത്രമല്ല, സ്മോളസ്റ്റ് സ്റ്റേബിൾ പാർട്ടിക്കിൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇലക്ട്രോണിനേക്കാൾ ചെറിയ സാധനങ്ങളുണ്ട്, സബ് പാർട്ടിക്കിൾസ് വേറെ ഉണ്ട്. പക്ഷേ അതായത് ആറ്റത്തിന്റെ കൂടെ മാത്രമേ നിലനിൽക്കുള്ളൂ. ഒരിക്കൽ അത് ആറ്റത്തിൽ നിന്ന് വെളിയിൽ വന്നാൽ അതിന് തനിച്ച് നിൽക്കാനുള്ള കഴിയില്ല. It will converted into energy. മനസ്സിലായോ? It will converted into energy. തനിച്ച് നിൽക്കാൻ കഴിവുള്ളതിൽ ഏറ്റവും ചെറിയ സാധനം ഇലക്ട്രോണാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ, മനസ്സിലാണല്ലോ അല്ലേ? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ കഴിവുള്ളതിൽ ഏറ്റവും ചെറുത് ആരാണ്? ഇപ്പൊ ഒരു ആറ്റം നിങ്ങൾ മനസ്സിലെടുത്ത്, ഒരാറ്റം നിങ്ങളുടെ മനസ്സിൽ എന്ത് ഫിഗർ ആണോ വരുന്ന ആലോചിക്കുക. ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഞാൻ റിമൂവ് ചെയ്തു, മാറ്റുക. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, പക്ഷെ ഇലക്ട്രോണിന്റെ ചെറിയ സാധനങ്ങൾ ന്യൂക്ലിയസിനകത്തുണ്ട്. പക്ഷെ അത് ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കില്ല. അത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ it will converted into energy. ഈവൻ ന്യൂട്രോൺ പോലും നിലനിൽക്കില്ല. ന്യൂട്രോൺ നിലനിൽക്കാൻ പറ്റില്ല. ന്യൂട്രോൺ എവിടെയാ? ന്യൂട്രോൺ ആറ്റത്തിന്റെ എവിടെയാ ന്യൂട്രോൺ? ന്യൂക്ലിയസിനകത്ത് അല്ലേ? ന്യൂക്ലിയസിനകത്ത് ആ പ്രോട്ടോണും ന്യൂട്രോണും ഇല്ലേ? ആ ന്യൂട്രോൺ നമുക്ക് പുറത്ത് വന്നാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കില്ല. അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 1000 സെക്കൻഡ്സ്. പുറത്ത് വന്നു പോയാൽ അകത്തിരുന്നോളൂ എത്ര നാൾ വേണമെങ്കിലും. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സുകൾ നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ അടുത്ത കാര്യം ചോദിച്ചോട്ടെ. ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഇതിന് എക്സാമ്പിൾ കേട്ടിട്ടില്ലേ? ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് എന്ത് കിട്ടും? വാട്ടർ. അത് ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ? ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ? കെമിസ്ട്രി നമ്മൾ പഠിച്ചു, ശരിയല്ലേ? അതിൽ ഫിസിക്സ് ഉണ്ട്. ഒരു സാധനം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഈ ബോഡിയിൽ തന്നെയല്ലേ നമ്മൾ കാർഡിയോളജി പറഞ്ഞത്, ഈ ബോഡിയിൽ തന്നെയല്ലേ നമ്മൾ ഡെന്റൽ പറഞ്ഞത്, ഈ ബോഡിയിൽ തന്നെയല്ലേ നമ്മൾ ഓർത്തോ പറഞ്ഞത്, ഓർത്തോ ബോൺസ് അല്ലെ? ഈ ബോഡിയിൽ തന്നെയാണ് നമ്മൾ ന്യൂറോ പറഞ്ഞത്. അപ്പൊ ഒരേ ബോഡിയിൽ നമ്മൾ എന്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു അതനുസരിച്ചല്ലേ പേര് മാറ്റിയത്, ആണോ അല്ലയോ? എല്ലാം ഈ ബോഡിയിൽ തന്നെയല്ലേ എന്ന് പറയുന്ന പോലെ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ എന്ന് പറയുന്നതിൽ കെമിസ്ട്രി ഉണ്ട്. അതേ സ്ഥാനത്തിൽ തന്നെ ഫിസിക്സ് ഉണ്ട്. കാരണം ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഈ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യാൻ അവിടെ എനർജി ആവശ്യമുണ്ട്. ചുമ്മാ ഒരു കുപ്പിക്കകത്ത് കുറച്ച് ഹൈഡ്രജനും ഓക്സിജൻ ഇട്ട് വെച്ചാൽ കമ്പൈൻ ആവില്ല. അതൊരു റിയാക്ഷൻ നടക്കണം, ഒരു എനർജി വേണം. അപ്പൊ എനർജി എന്ന് പറഞ്ഞു പോയാൽ നമ്മൾ അത് എത്ര എനർജിയാണ്, ഏത് ഫോം ഓഫ് എനർജിയാണ് അവിടെ വേണ്ടത്? കെമിക്കൽ എനർജി വേണോ? ണ്ടോ? അപ്പൊ ഏത് ഫോം ഓഫ് എനർജി, എത്ര എമൗണ്ട് ഓഫ് എനർജി, എനർജി എന്നുള്ള വേർഡ് യൂസ് ചെയ്തോ അത് ഫിസിക്സ് ആയി. നമ്മൾ ആ എനർജിയെ കുറിച്ച് തൽക്കാലം പറയുന്നില്ല എങ്കിൽ വെറുതെ ഹൈഡ്രജൻ ഓക്സിജൻ ഗീവ്സ് വാട്ടർ, എത്ര ഹൈഡ്രജൻ എത്ര ഓക്സിജൻ നമ്പർ മാത്രമേ പറയുന്നുള്ളൂ, അത് കെമിസ്ട്രി ആണ്. പക്ഷെ എനർജി എന്നുള്ള വേർഡ് യൂസ് ചെയ്താൽ അതെന്തായി? ഫിസിക്സ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് കെമിസ്ട്രി വേറെ ഫിസിക്സ് വേറെ എന്നുള്ള അല്ല റിയൽ ലൈഫ്. ഇതെല്ലാം ഒരേ സ്ഥലത്തുണ്ട്. നമ്മൾ അതിൽ എന്ത് ഫോക്കസ് ചെയ്യുന്നതാണ്. ഒരേ ബോഡിയിൽ കാർഡിയോളജി ന്യൂറോ ഒക്കെ ഉള്ളതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ് അടുത്ത സെഷനിലേക്ക്. ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഇനി എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്? ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞെടുക്കട്ടോ. ഫിസിക്കൽ ക്വാണ്ടിറ്റി അർത്ഥം വരുന്നുണ്ട്.
സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? കേട്ടിരിക്കാൻ നല്ല സുഖം, മോളിൽ ഫാൻ, നല്ല കാറ്റ്, അല്ലേ? വയറ് നിറച്ച് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് വന്നേക്കണോ? എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഫിസിക്കൽ ക്വാണ്ടിറ്റി വേർഡ് കേട്ടിട്ടുണ്ടോ? ഇല്ലേ, ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? അല്ല. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷേർഡ്, അളക്കാൻ സാധിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ എനി ക്വാണ്ടിറ്റി which can be measured. Any quantity which can be measured is called a physical quantity. അളക്കാൻ സാധിക്കുന്നത് എല്ലാം ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മാത്രമേ നമ്മൾ ഫിസിക്സിൽ സ്റ്റഡി ചെയ്യൂ. മനസ്സിലാക്കുക? എക്സാം പറയുമ്പോൾ ക്ലിയർ ആവും. അളക്കണം, അളന്ന് മെഷർ ചെയ്യണം. മനസ്സിലാക്കാം? അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ എവിടെ പഠിക്കുന്നുള്ളൂ? ഫിസിക്സിൽ പഠിക്കുന്നു. വേറെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട് അളക്കാൻ പറ്റാറുള്ളൂ. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ മാർക്കറിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ഈ മാർക്കറിന്റെ മാസ് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ഈ മാർക്കറിന്റെ വോളിയം മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. അപ്പൊ ലെങ്ത്, മാസ്, വോളിയം, ഏരിയ, ഡെൻസിറ്റി ഇതെല്ലാം എനിക്ക് മെഷർ ചെയ്യാം, അല്ലേ? അപ്പൊ ഈ സാധനങ്ങളെല്ലാം എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? ഓക്കെ. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഇത്ര വിശപ്പുണ്ട്, എനിക്കിപ്പോ വിശപ്പുണ്ട്, ആ വിശപ്പ് എന്ന് പറഞ്ഞ സാധനം അളക്കാൻ പറ്റും. നമ്മൾ ആരെങ്കിലും പറയും എനിക്കിപ്പോ 5 വിശപ്പുണ്ട്, 2.5 വിശപ്പുണ്ട് എന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. നമുക്ക് അതിനെ നമ്പർ ആക്കാൻ പറ്റില്ല. വിശപ്പ് എന്ന് പറഞ്ഞ സാധനത്തെ നമ്പർ ആക്കാൻ പറ്റും? ഇല്ല. സത്യസന്ധത നമ്പർ ആക്കാൻ പറ്റും? അവൻ 8.5 സത്യസന്ധത എന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. അതിനെ നമ്പർ ആക്കാൻ പറ്റില്ല. അതിനെ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ക്ലിയറായോ? ശരിയാണോ ഞാൻ പറയുന്നത്? ശരിയാണോ? ഡെഡിക്കേഷൻ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലവ് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ മെഷർ ചെയ്യാൻ പറ്റാത്ത കുറെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും നമ്മൾ ഫിസിക്സ് പഠിക്കില്ല എന്നേ ഉള്ളൂ. വേറല്ലേ? അങ്ങനെ സാധനം ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിന് സാധനം ഉണ്ട്. പക്ഷെ നമുക്ക് അളക്കാൻ പറ്റുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പൊ ഫിസിക്സിൽ പഠിക്കുന്നുള്ളൂ. വേറല്ലേ? അപ്പൊ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി? എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി ക്ലിയർ. ഈ ക്വാണ്ടിറ്റീസിനെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തുടങ്ങുകയാണ്. ഏതാ? പ്ലസ് 1 ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമ്മൾ തുടങ്ങി, അല്ലേ? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഏതൊക്കെയാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്നും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഓക്കെ അല്ലേ? ഓർമ്മയുണ്ട് ഇങ്ങനെയൊക്കെ പഠിച്ചതായിട്ട്, അല്ലേ? കേട്ടതായിട്ട് ഓർമ്മയുണ്ട്, അല്ലേ? പ്ലസ് 1 നിങ്ങൾ കേട്ടിട്ടുള്ള എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് ചോദിച്ചാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ലൈക്ക് ഡെഫിനിഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ, ബേസ് ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്നവരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ബേസ് ക്വാണ്ടിറ്റീസ് അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സിസ്റ്റം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇനി എന്താണ് ഇത്ര ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, കാരണം മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. എന്താണ് ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോമ്പിനേഷനാണ്.
കോമ്പിനേഷൻ ആരുടെ ഫണ്ടമെന്റലിന്റെ കോമ്പിനേഷൻ ആണ് ഡിറൈവ്ഡ്. ഫണ്ടമെന്റലിന്റെ കോമ്പിനേഷൻ ആണ് ഡിറൈവ്ഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ ഫണ്ടമെന്റൽ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് കിട്ടിയല്ലോ. എന്താ ഫിസിക്കൽ ക്വാണ്ടിറ്റി? എനി ക്വാണ്ടിറ്റി വിച്ച് ക്യാൻ ബി മെഷർഡ്. മെഷർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. ക്ലിയർ? ഇനി നമുക്ക് ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ബേസ് ക്വാണ്ടിറ്റി, ഏറ്റവും ബേസ് അതിന്റെ മുകളിലേക്കാണ്. മുകളിൽ നിന്ന് പറയേണ്ട കോമ്പിനേഷൻസ് ആണ് ഡിറൈവ്. ഇത്ര നമ്മൾ നോക്കാം. ഇനി ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ നമ്മൾ അറിയണം. അത് അറിയണമെങ്കിൽ ആദ്യം സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് പോകണം. അതിലേക്ക് ഞാൻ വരാം. നിൽക്കണം. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പയ്യെ മനസ്സിലായി തുടങ്ങും, ഓർമ്മ കിട്ടും. പ്ലസ് 1 പഠിച്ച സാധനമാണ്. എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്? കുറച്ച് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. CGS സിസ്റ്റം കേട്ടോ, എവിടെയോ ഓർമ്മ ഉണ്ട് അല്ലേ? CGS നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് CGS സിസ്റ്റം. രണ്ടാമത്തെ ഒരു സിസ്റ്റത്തിന്റെ പേരാണ് FPS സിസ്റ്റം. ഓർമ്മ കിട്ടുന്നുണ്ടോ? വന്നുണ്ട് ഓർമ്മ ഉണ്ട്. ഇനി മൂന്നാമത്തെ സിസ്റ്റം പഠിച്ചത് ഏതാ പറ? MKS സിസ്റ്റം. നാലാമത്തെ സിസ്റ്റം പഠിച്ചത് ഏതാ? SI സിസ്റ്റം. നിനക്ക് ഓർമ്മ കിട്ടുന്നുണ്ടോ? പഠിച്ചോളാം വിട്, നമ്മൾ മറന്നുപോയി, ഒരു വർഷം മുമ്പ് പഠിച്ച സാധനങ്ങളാണ്. ഇതിനൊക്കെ പേരുകൾ കേട്ടതായിട്ട് ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്താണ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആ കോൺസെപ്റ്റിലേക്ക് വാ. നമ്മളൊരു വണ്ടി ഓടിക്കുക. ഈ വണ്ടി റോഡിന്റെ ഏത് സൈഡിലൂടെ ഓടിക്കുന്നത്? റൈറ്റ് സൈഡ് ആണോ? ലെഫ്റ്റ് സൈഡ്? റൈറ്റ് സൈഡിലൂടെ അല്ല ഓടിക്കുന്നത്. റോഡിന്റെ ഏത് വശത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത്? ആലോചിച്ചു ആണോ? ആണോ അല്ലയോ? ലെഫ്റ്റ് റൈറ്റാ? ലെഫ്റ്റ് റൈറ്റാ? ലെഫ്റ്റ്. ഈ ട്രാഫിക് സിഗ്നൽ ഒക്കെ ഉണ്ടല്ലേ, കുറെ ലൈറ്റുകളൊക്കെ. ഈ റെഡ് ലൈറ്റ് കണ്ട എന്ത് ചെയ്യണം? നിർത്തണം. ഗ്രീനോ പോണം. മഞ്ഞ ചോദിക്കുന്നത്, മഞ്ഞോ യെല്ലോ എടുക്കാം അല്ലേ? ആണോ? ഇതാര് തീരുമാനിച്ചു? റെഡ് കണ്ടാ നിർത്തണം എന്ന് ആര് തീരുമാനിച്ചു? രാവിലെ ഞാൻ ഇന്ന് എണീറ്റപ്പോൾ തീരുമാനിക്കാം, ഇന്ന് മുതൽ റെഡ് കണ്ടാ ഞാൻ നിർത്തും. ഞാനാണോ തീരുമാനിക്കുന്നത്? നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരും തീരുമാനിച്ചതാണല്ലോ. ഇന്ന് മുതൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രം വണ്ടി ഓടിക്കണം. ഞാനാണോ തീരുമാനിച്ചത്? ആരാ തീരുമാനിച്ചത്? ഹൂ ഡിസൈഡ്സ്? നമ്മളത് പാലിക്കുന്നവർ മാത്രമാണ്. ചിന്തിക്കുക, നമ്മളല്ല ഇത് തീരുമാനിച്ചത് ആണോ? പക്ഷെ നമ്മളത് പാലിക്കുവാണ്, അത് ഫോളോ ചെയ്യാണ്. അപ്പൊ ഇത് തീരുമാനിച്ചതാരാ? ആരാ? അതോറിറ്റീസ്, ഗവൺമെന്റ് നമ്മൾ പറയും അല്ലേ? അത് നിയമമാക്കി അവർ വെച്ചു ആണോ അല്ലയോ? അപ്പൊ കുറെ ആളുകൾ ചേർന്ന് തീരുമാനിച്ചു. ആ തീരുമാനിക്കുന്ന സാധനം നമ്മൾ പാലിക്കുന്നു അല്ലേ? ഇത് തന്നെ ഇവിടെയും സംഭവിക്കും. ഇവിടെയും കുറെ ആളുകൾ ചേർന്ന് തീരുമാനിച്ചു ലെങ്ത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ. അവര് തീരുമാനിച്ചു, നമ്മൾ ഫോളോ ചെയ്യുന്നു. അപ്പൊ തീരുമാനിച്ചത് നമ്മളല്ല. ഏതായോ? അപ്പോ ആദ്യമേ കുറെ ആളുകൾ മനസ്സിലാക്കുക. ആ കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗവൺമെന്റ് ഇവിടെ പറഞ്ഞു. ഇവിടെ അതിന് വേറൊരു പേരാണ് ജനറൽ ബോഡി ഫോർ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. പഠിക്കണം. അതൊരു ബോഡിയാണ്, ഓർഗനൈസേഷനാണ്. അതിൽ കുറെ സയന്റിസ്റ്റുകളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ? അവർ തീരുമാനിക്കുകയാണ് ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്, സെന്റിമീറ്റർ ആണ് എന്ന് തീരുമാനിക്കുകയാണ്. മനസ്സിലാക്കുക, ലെങ്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ് എന്ന് തീരുമാനിച്ചു. സി സെന്റിമീറ്റർ. മാസിന്റെ യൂണിറ്റ് ഗ്രാം ആയിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആയിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു. CGS. അപ്പൊ അവര് തീരുമാനിച്ചു ലെങ്തിന്റെ യൂണിറ്റ് എന്തായിരിക്കണം, സെന്റിമീറ്റർ ആയിരിക്കണം. മാസിന്റെ യൂണിറ്റ് എന്തായിരിക്കണം, ഗ്രാം ആയിരിക്കണം. ടൈമിന്റെ യൂണിറ്റ് എന്തായിരിക്കണം, സെക്കൻഡ് ആയിരിക്കണം എന്ന് അവർ തീരുമാനിച്ചു.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 50 വർഷം മുമ്പുള്ള നിയമമാണോ ഇപ്പം? ഇപ്പൊ ബൈക്കിലൂടെ പോകണമെങ്കിൽ 2 ഹെൽമെറ്റ് വേണം. ആണോ? ഇതിൽ പുറകിലുള്ളവര് വേണ്ടേ? 2 വർഷം മുമ്പ് വേണമായിരുന്നോ? വേണ്ട. അപ്പൊ നിയമങ്ങളിൽ എന്ത് വരാം? മാറ്റം വരാം. പുതിയ പുതിയ അതോറിറ്റീസ് വരുമ്പോൾ അമെൻഡ്മെന്റുകൾ വരും. ആണോ? അപ്പൊ പുതിയ ആളുകൾ വന്നപ്പോ തീരുമാനം മാറ്റി. പുതിയ ആളുകൾ വന്നപ്പോ തീരുമാനങ്ങൾ മാറ്റി. ലെങ്തിന്റെ യൂണിറ്റ് എന്ത് വേണം? മനസ്സിലാക്കുക. ഫുട്ട് അടി അടി അടിക്കണക്കായി അല്ലെ നമ്മൾ പറയാറുണ്ട് പഴയ ആൾക്കാർ. 3 അടി 4 അടി 5 അടി. മനസ്സിലായില്ലേ? മാസിന്റെ യൂണിറ്റ് എന്താണ്? പൗണ്ട്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ക്ലിയറായോ? അപ്പൊ ഇതാദ്യം തീരുമാനിച്ചു, പിന്നെ മാറ്റം വന്നു. ക്ലിയറായില്ലേ? ക്വസ്റ്റ്യൻ വരാം. എന്താണ് മാസിന്റെ യൂണിറ്റ് ഇൻ FPS സിസ്റ്റം? പൗണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ആദ്യത്തെ 1-2 ക്ലാസ് സ്ലോ ആയിട്ട് പഠിച്ച് തന്നെ പോകാം കേട്ടോ. പ്ലസ് 2 ആണ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് പോകാം. കാരണം നമ്മൾ ഇപ്പൊ പഠിച്ചിരിക്കണവരാണ്. നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകാം. പ്ലസ് 1 നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് പോകാം. പഠിക്കാം. ഓക്കെ. വീണ്ടും പുതിയ മാറ്റങ്ങൾ. വീണ്ടും മനസ്സിലാവുന്നല്ലോ അല്ലേ? വീണ്ടും പുതിയ മാറ്റങ്ങൾ. അഗൈൻ ലെങ്ത്. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. ഓക്കേ. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. MKS. മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മീറ്റർ കിലോഗ്രാം സെക്കൻഡ്. മനസ്സിലായോ? ഓക്കെ. ഇതുവരെ ഏതുവരെ CGS, FPS, MKS വരെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഈ 3 പേര് മാത്രമായിരുന്നു. മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ഫണ്ടമെന്റലി ഇങ്ങോട്ട് വന്നേക്കണം അല്ലേ? നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാ? Physical quantities can be classified into 2: fundamental quantity and derived quantity. ഈ MKS സിസ്റ്റം വരെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പേരേ ഉള്ളൂ? 3 പേര്. ആരൊക്കെയാണ് ആ ക്വാണ്ടിറ്റീസ്? ലെങ്ത്. ആ ക്വാണ്ടിറ്റിയെ കുറിച്ച് പറ. ക്വാണ്ടിറ്റി, യൂണിറ്റ് അല്ല പറയേണ്ടത്. ഇത് യൂണിറ്റ് ആണ്. ഇതാണ് ക്വാണ്ടിറ്റി. ഇപ്പൊ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെയാ? ലെങ്ത്, മാസ്, ടൈം. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ആരൊക്കെയാ? വേർഡ് ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആരൊക്കെയാ? ക്വാണ്ടിറ്റി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി പോട്ടെ. ലെങ്ത്, മാസ്, ടൈം. ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ആരൊക്കെയാ? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. വേർഡ് മാറിയോ? ക്ലിയർ ആയോ? ഒന്ന് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, അപ്പുറം ഫണ്ടമെന്റൽ യൂണിറ്റ്. മനസ്സിലായി? ഓക്കേ. ഇനി SI സിസ്റ്റം വന്നപ്പോൾ SI സിസ്റ്റത്തിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇതിന്റെ ഷോർട്ട് ആണ് SI. നേരെ എടുത്ത് ISU ഒന്നും അല്ല എഴുതുന്നത്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇത് നിലവിൽ വരുന്നത് 1971 ഈ SI സിസ്റ്റം വന്നപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ഉണ്ട് മനസ്സിലാക്കുക. ഒന്ന് മാസ് ഉണ്ട്, ലെങ്ത് ഉണ്ട്, ടൈം ഉണ്ട്, ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. മനസ്സിലാക്കുക. ക്വാണ്ടിറ്റിയുടെ എണ്ണം കൂടുന്നുണ്ടോ? മറ്റത് 3 ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ക്വാണ്ടിറ്റിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അല്ലേ? ഓക്കെ. ഇപ്പൊ എത്രയായി? 3 × 5. ഇനി എന്താ ഉള്ളത്? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും പറട്ടെ? പറഞ്ഞേ. ലൂമിനസ് ഇന്റൻസിറ്റി ഉണ്ട്. ആണോ? 1, 2, 3, 4, 5, 6, 7 ക്വാണ്ടിറ്റി വന്നു. മറ്റത് 3 ൽ നിന്ന് 7ലേക്ക് മാറി. കൂടാതെ നോക്കാം. 1, 2, 3, 4, 5, 6, 7 കൂടാതെ 2 മാറ്റി അവരിട്ടുണ്ട്. സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. അത് ഇതിന്റെ കൂടെ കൂട്ടൂല. 8, 9 നല്ല നമ്മളുണ്ട്. മാറ്റിയിടുക.
സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്. ഒന്ന് എനിബഡി ക്ലാസ്സിൽ ഇരിക്കുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ അതൊക്കെയാ സപ്ലിമെന്ററി. നമ്മൾ കണ്ട പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ ഓർമ്മയുണ്ട് അല്ലേ? വേർഡ്സ് ഓർമ്മയുണ്ട്. ഓക്കെ, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. ഈ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ഗുണവും ദോഷവും ഉണ്ട്. എന്താണെന്നറിയാമോ? ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചു നമ്മൾ +1 ഫസ്റ്റ് ആയി പഠിപ്പിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഗുണം എന്താണെന്നറിയാം? ഇത് പഠിച്ചാൽ കിട്ടും. ഭയങ്കര ലോജിക് ഒന്നും വേണ്ട, കുറെ കാര്യങ്ങൾ ഇതുപോലെ പഠിച്ചു വെക്കാനുണ്ട്. അടുത്ത ചാപ്റ്റർ മുതൽ നമുക്ക് ലോജിക് വേണം, അപ്ലൈ ചെയ്യണം. ഇത് നമ്മൾ പഠിച്ചാൽ മതി. ഇത് ബയോളജി പഠിക്കണമെങ്കിൽ ഇന്ന് പഠിച്ചാൽ കിട്ടും. മനസ്സിലായോ? ഇത് അറിയില്ലെങ്കിലോ ദോഷം എന്താ? മൊത്തം പോകും, ആലോചിച്ചിട്ടൊന്നും കിട്ടാൻ പോലില്ല. മനസ്സിലായോ? ഇത് അറിയാമെങ്കിൽ എഴുതാൻ പറ്റില്ല. ശരിയല്ലേ? ചെയ്യാം പറഞ്ഞിട്ടാ നമുക്ക് നോക്കാം. വരട്ടെ, മാസത്തിന്റെ യൂണിറ്റ് വരാം. മാസത്തിന്റെ യൂണിറ്റ് വരാം. കിലോഗ്രാം. ലെങ്തിന്റെ യൂണിറ്റ് വരാം. ലെങ്തിന്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ. ഓക്കെ, ടെമ്പറേച്ചർ കെൽവിൻ അല്ലേ? എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ അല്ലേ? MOLE സിംബൽ എഴുതുമ്പോൾ MOL. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡില സിംബൽ CD, സിംബൽ CD അല്ലേ? പ്ലെയിൻ ആംഗിൾ റേഡിയൻ, കേട്ടോ? റേഡിയൻ. സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ. റേഡിയനും സ്റ്റെറേഡിയൻ. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? വ്യക്തമാണോ? ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഏതാ? ഇനി പുതിയൊന്നും വന്നിട്ടില്ല. അപ്പൊ അന്ന് തീരുമാനിച്ചത് നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇപ്പോ റോഡിലൂടെ ഇടതുവശത്തൂടെ മാത്രം വണ്ടി ഓടിക്കുക, ഇവിടുത്തെ തീരുമാനം അതല്ലേ? ഇതെന്നോ തീരുമാനിച്ചു, നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. 1971 തീരുമാനിച്ചത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു. ക്ലിയർ ആയോ? നാളെ മാറിയ ഇത് മാറി വരും. ശരിയല്ലേ? ഇത്ര വരെ ഓക്കെ അല്ലേ? എന്തുകൊണ്ട് ഈ രണ്ടെണ്ണത്തിനെ മാറ്റിയിട്ടു? നമ്മള് 1 2 3 4 5 6 7 പിന്നെ 8 9 കൂടെ ഇട്ടാ പോരെ? എന്തുകൊണ്ട് ഇവരെ സപ്ലിമെന്ററി എന്ന് പറഞ്ഞ് മാറ്റിയിട്ടേക്കുന്നു? വൈ? രണ്ടുപേരെ മാറ്റിയിടാൻ കാരണം എന്താണ്? ബിക്കോസ് ആ രണ്ടു പേർക്ക് ഡയമെൻഷൻ ഇല്ല. അടുത്ത ടോപ്പിക്കാ അങ്ങനെ സാധനം ഡയമെൻഷൻ അല്ലേ? ഡയമെൻഷൻ എന്താ പഠിക്കണം? ഡയമെൻഷൻ ഇല്ല. ആർക്കൊക്കെ? ആർക്കൊക്കെ ഇല്ലല്ലേ? പ്ലെയിൻ ആംഗിളിനും സോളിഡ് ആംഗിൾ. അപ്പൊ ആർക്കൊക്കെ ഡയമെൻഷൻ ഉണ്ട്? ആ 7 പേർക്കും ഡയമെൻഷൻ ഉണ്ട്. ഡയറക്റ്റ് ഡയമെൻഷൻ ഉണ്ട്. അങ്ങനെ വേണം പറയാം. ഡയറക്റ്റ് ഡയമെൻഷൻ ഉണ്ട് അവർക്ക്. ബാക്കി കുറെ പേർക്കുണ്ട്, പക്ഷെ അത് കോമ്പിനേഷനാണ്. ഡിറൈവ്ഡിലേക്ക് പോകും. നമ്മൾ ഇത്രയോ നേരം പറഞ്ഞിരുന്നത് ഫണ്ടമെന്റലിനെ കുറിച്ചാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കുറിച്ച് എന്താണ്? Any quantity which can be measured. Physical quantities can be classified into two. ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്? എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്? 4. എവിടെ 4? എത്ര ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്? CGS സിസ്റ്റത്തിൽ 3, SPS സിസ്റ്റത്തിൽ 3, MK സിസ്റ്റത്തിൽ 3. ക്ലിയർ ആയോ? SI സിസ്റ്റത്തിൽ 7 പ്ലസ് 2 മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എടുത്ത് ചോദിച്ചാൽ പറയാം. മനസ്സിലായോ? കുറച്ച് ഡേറ്റ ഒന്ന് എഴുതിയിട്ടുണ്ടോ? ആവശ്യമുള്ള കുറച്ച് ഡേറ്റ, എന്നിട്ട് നമുക്ക് ഡയമെൻഷനിലേക്ക് പോകാം. നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഉണ്ട്.
ഞാൻ ഈ ബോർഡിൽ എഴുതുന്ന എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. ഹാപ്പി? ഹാപ്പി? ദോശ കഴിച്ചു തുടങ്ങി? ഇല്ല, കഴിച്ചു തുടങ്ങിയിട്ടില്ല. പ്രശ്നമുണ്ട്. അങ്ങനെയൊന്നുമില്ല. ദോശ കഴിച്ചോ ഇല്ലയോ? ഞാൻ ദോശ എല്ലാം കഴിച്ചു. എന്നാ കഴിച്ചോ? എന്നാ കഴിച്ചോ? ഇത് നമ്മുടെ ലെങ്ത് അറിയാമോ? ലെങ്ത് മെഷർ ചെയ്യണം യൂണിറ്റുകൾ എന്ന് പറഞ്ഞു. ലെങ്ത് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് മെഷർ ചെയ്യാം? യൂണിറ്റ്സ്. സെന്റിമീറ്റർ, മീറ്റർ, ഇവിടുന്ന് തിരുവനന്തപുരം വരെ കിലോമീറ്റർ. ഏതായില്ലേ? ആ പിന്നെ പോട്ടെ, അടുത്തത് ആ മൈല്. പിന്നെ അടുത്തത് പിന്നെ പിന്നെ എത്ര അറിയാമോ? സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, നാനോമീറ്റർ. കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. അത് അറിയാമോ? 1 മൈക്രോമീറ്റർ എത്ര മീറ്റർ അറിയാമോ? ഇല്ലെങ്കിൽ നമുക്ക് ബോർഡ് എഴുതാൻ വേണ്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞു. ഓക്കെ, സോ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻² മീറ്റർ. എഴുതിക്കോട്ടെ, കുറച്ച് വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ മീറ്റർ. 1 മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ. 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ. 1 ആംസ്ട്രോം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10⁻⁻10 മീറ്റർ. 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ. 1 ഫെർമി മീറ്റർ അല്ലെങ്കിൽ ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ. അറിഞ്ഞിരിക്കണം. കാരണം ഒരു പ്രോബ്ലം ചെയ്യാൻ നേരത്ത് കൺവേർഷൻസ് ആവശ്യം വരും. ശരിയല്ലേ? അവർ ക്വസ്റ്റ്യനിൽ തരികയാണ് 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 × 10⁻⁻2 മീറ്റർ എന്ന് എഴുതാൻ പഠിക്കണം. അറിയാമോ ഇല്ലയോ? അറിയാമോ ഇല്ലയോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അത്രയും ഡെപ്തിലേക്ക് പോകണമല്ലോ. അതൊക്കെ അറിയാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പറയാൻ കാരണം? ഇങ്ങനെ ഒരു സാധനം മതി. ഈ സാധനം 1 ഫെർമി മീറ്റർ അല്ലെങ്കിൽ ഫെംറ്റോമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്. അപ്പൊ ലെങ്തിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്തെഴുതണം? ഫെർമി മീറ്റർ അല്ലെങ്കിൽ ഫെംറ്റോമീറ്റർ. മനസ്സിലായോ? അതെങ്കിലും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കുക. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ. ബാക്കി വാല്യൂസ് അറിയണം, അറിയാൻ പറ്റുള്ളൂ. പൈക്കോമീറ്റർ, പൈക്കോമീറ്റർ അതല്ലേ ചോദിച്ചത്? പി അല്ലേ ചോദിച്ചത്? 10⁻⁻12 പൈക്കോമീറ്റർ. ഇത് നോർമലി ചെറിയ സാധനങ്ങൾ മെഷർ ചെയ്യാനാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. 10⁻⁻. ചെറുതാണ്. ഇനി വലുതിലേക്ക് പോവുകയാണ്. എർത്തിൽ നിന്ന് മനസ്സിലാക്കുക, എർത്തിൽ നിന്ന് വേറൊരു പ്ലാനറ്റിലേക്കുള്ള ദൂരം കിലോമീറ്റർ ഒന്നും അല്ല വേണം. ശരിയല്ലേ? വലിയ യൂണിറ്റുകൾ യൂസ് ചെയ്യണം. അവിടെ നമുക്ക് ലൈറ്റ് ഇയർ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? പാർസെക് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? പാരലറ്റിക് സെക്കൻഡ്. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ അതറിയണം. പാർസെക് അറിയണം. Parsec. Parsec is the largest unit of light. Like a parsec in a full form parallactic second. Parallactic second. It's the largest unit of light. Largest unit of light. 1 parsec equal to 3.084 into 10⁻16 meter. എങ്കിലും അറിഞ്ഞിരിക്കുക. കുറേ യൂണിറ്റുകളുണ്ട്, പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കുക.
ഓക്കെ, ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഏതാണ് സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? 1 എന്ന് പറയണ്ട, ആ യൂണിറ്റ് മാത്രം എന്റെ ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദി യൂണിറ്റ്, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? സെന്റിമീറ്റർ. വാട്ട് ഈസ് ദി ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത്? പാർസെക്. പാർസെക് എന്നുള്ള ഷോർട്ട് ആയിട്ട് നമ്മൾ പറയുന്നത് പാരലറ്റിക് സെക്കൻഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ക്ലിയർ? പാരലറ്റിക് സെക്കൻഡ്. സെക്കൻഡ് എന്നുള്ള വേർഡ് കണ്ട് ചാടി കയറി ടൈമിന്റെ യൂണിറ്റ് ആണ് വിചാരിക്കുന്നത്. സാധാരണ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? ഓപ്ഷനിൽ ചേർത്തിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. ഓപ്ഷനിൽ പാർസെക് ഉണ്ടാവും. പാർസെക് ആണ് ഒരു യൂണിറ്റ്. ലെങ്തിന്റെ യൂണിറ്റ് ആണ് പാർസെക്. സെക്കൻഡ് സെക്കൻഡ് എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് വരും ടൈമിന്റെ ആണ് വരും. ടൈമിന്റെ യൂണിറ്റ് അല്ല. ക്ലിയർ ആയോ? ചിന്തിച്ചോളൂ. ഇനി അപ്പൊ ലെങ്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞു. നമ്മൾ അടുത്തത് മാസിനെ കുറിച്ച്. മാസിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മാസ് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, കുറെ യൂണിറ്റുകൾ നമുക്ക് വരുന്നു അല്ലേ? ചെറുതിലേക്ക് നോക്കാം. ചെറുതിലേക്ക് നോക്കിയാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് മാസ് നിങ്ങൾക്കറിയാം, ഇത് ഉറപ്പാണ്, കെമിസ്ട്രിയിൽ പഠിക്കുന്ന AMU, അറ്റോമിക് മാസ് യൂണിറ്റ്. ക്ലിയർ? Atomic mass unit. So 1.67 into 10 raised to minus 37. AMU is the smallest unit of mass. AMU is the smallest unit of mass. Smallest. പിന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് ക്വിൻ്റലുണ്ട്. ക്വിൻ്റൽ ടൺ. വണ്ടിയിലൊക്കെ നമ്മൾ ടൺ പറയാറുണ്ട്. 3 ടൺ, 2 ടൺ, 1 ടൺ അല്ലേ? ക്വിൻ്റൽ പറയുമ്പോൾ 100 കിലോഗ്രാം, ടൺ പറയുമ്പോൾ 1000 കിലോഗ്രാം. നോർമലി യൂസ് ചെയ്യുന്ന വേർഡ്. ഇനി അതിന്റെ മുകളിലേക്ക് പോവാം. ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കാം. CSL കേട്ടിട്ടുണ്ടോ? CSL എന്ന് പറയും, CSU എന്ന് പറയും. 1 CSL is equal to 2.8 into 10 raised to 31. CSL അല്ലെങ്കിൽ CSU ഇതിന്റെ ഫുൾ ഫോം ചന്ദ്രശേഖർ യൂണിറ്റ്. ചന്ദ്രശേഖർ യൂണിറ്റ് രണ്ടും പറയാം. ഇസ് ദ യൂണിറ്റ് ഓഫ് മാസ്. അല്ലേ? അങ്ങനെ പേര് പോലും നമുക്കറിയില്ല ഇല്ലേ? CSL എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ CSU രണ്ടും ഉപയോഗിക്കാം. ഓക്കെ, അതിന്റെ ഫുൾ ഫോം ചോദിച്ചാൽ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ചന്ദ്രശേഖർ യൂണിറ്റ് എന്ന് പറയാം. ഈസ് കൺസിഡേർഡ് ആസ് ദ ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മാസ്. ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മാസ്. ഓക്കെ, ഇനി നമുക്ക് ടൈമിനെ കുറിച്ച് നോക്കാം. ടൈം ടൈം മെഷർ ചെയ്യുന്ന സെക്കൻഡ് ഉണ്ട് അല്ലേ? സെക്കൻഡ് ഉണ്ട്, മിനിറ്റ് ഉണ്ട്, അവർ ഉണ്ട് അല്ലേ? ഡേ ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. ചെറുതിലേക്ക് വന്നാൽ മില്ലി സെക്കൻഡ് ഉണ്ട് അല്ലേ? നാനോ സെക്കൻഡ്, മൈക്രോ സെക്കൻഡ്, കുറെ കാണാം. ഏറ്റവും ചെറുതിലേക്ക് നമുക്ക് നോക്കാം. ഇത് കേട്ടിട്ടുണ്ടോ നോക്കുക. കേട്ടിട്ടുണ്ടെങ്കിൽ സാധനം ഷേക്ക് is a unit of time. One shake is equal to 10 raised to minus 8 seconds. Is considered as the smallest unit of time. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഇത് ചെയ്യാം. നമ്മൾ ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ പ്ലസ് ടു പഠിച്ചതാണ് അല്ലേ?
ഒരു ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ അതിന് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ജമ്പ് ഇൻ ടു ഹയർ ഓർബിറ്റ്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? യെസ്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഹയർ ഓർബിറ്റിൽ പോയാൽ അത് അവിടെ നിലനിൽക്കില്ല. അത് ഹയർ ഓർബിറ്റിലേക്ക് ഒന്ന് ജമ്പ് ചെയ്തിട്ട് തിരിച്ചു വീണ്ടുകൾ വരും. ഇത് വിൽ കം ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. മനസ്സിലായോ? ഇതിന് അവിടെ നിലനിൽക്കാൻ പറ്റില്ല, പക്ഷെ അങ്ങോട്ട് ജമ്പ് ചെയ്യാം, പക്ഷെ തിരിച്ചു വരും. അങ്ങനെ ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് പോയി തിരിച്ച് താഴെ വരാൻ എടുക്കുന്ന സമയം 10⁻⁻8 സെക്കൻഡ് ആണ്. അതിനെ വിളിക്കുന്നത് 1 ഷേക്ക്. കിട്ടി? അതുകൊണ്ടാണ് കൺസിഡർഡ് ആസ് എ സ്മോളസ്റ്റ് യൂണിറ്റ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെഞ്ചുറി. അത് നിങ്ങൾക്കറിയാം, 100 years, 100 വർഷം is considered as the largest. Century is considered as the largest unit. Okay. Okay, you got it. നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. ഇത്രയും വാല്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. കോപ്പി വായിക്കാൻ പലതോ കണ്ടിട്ട് മനസ്സിലായി, ഒന്നും അറിയില്ല. നോക്കുന്നവർക്ക് പേപ്പർ നോക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഇത്ര നേരം തുടങ്ങിയില്ലല്ലേ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ഡയമെൻഷൻ അറിയാമോ ഇല്ലയോ? ഞങ്ങളെ ഇതുവരെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? ഞങ്ങളെ കുറിച്ച് ഇതുവരെ സാധനം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. അറിയാമോ ഇല്ലയോ? അതോടാ അതൊന്നും അറിയില്ല. ആർക്കൊക്കെ ഡയറക്റ്റ് ഡയമെൻഷൻസ് ഉണ്ട്? ഏഴെണ്ണം പോരട്ടെ, സമയമില്ല, പോരട്ടെ. മാസ്, ലെങ്ത്, ടൈം, പിന്നെ ഇലക്ട്രിക് കറന്റ്, പിന്നെ ടെമ്പറേച്ചർ, പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പിന്നെ വായിക്കാൻ പോലും അറിയില്ല. ലൂമിനസ് ഇന്റൻസിറ്റി അത് നോക്കുക, അല്ലേ? അത് നോക്കുക, ഇത് പറയുമ്പോൾ അറിയാൻ കഴിയും. മാസിന്റെ ഡയമെൻഷൻ എന്താ? മാസിന്റെ ഡയമെൻഷൻ പറ. മാസിന്റെ യൂണിറ്റ് എന്താ? ലീറ്റർ. മാസിന്റെ യൂണിറ്റ് മീറ്റർ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. മാസ് ഇപ്പൊ മനസ്സിലായില്ലേ? ഹാപ്പി ആയി, സമാധാനം. മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. മാസിന്റെ ഡയമെൻഷൻ എന്താ? എം. ഉണ്ടോ ക്യാപിറ്റൽ ലെറ്റർ ഇട്ട് എഴുതി പോയത് MLT എന്നൊക്കെ പറഞ്ഞ് ആ സാധനം ഈ പറയുന്നത്. എപ്പോഴാ മനസ്സിലായത് എന്താ പറയണെന്ന്? ഓക്കെ, അപ്പൊ മാസിന്റെ ഡയമെൻഷൻ എന്താ? എം. മനസ്സിലായോ? ഓക്കെ, ലെങ്തിന്റെ ഡയമെൻഷൻ എന്താ? ലെങ്തിന്റെ ഡയമെൻഷൻ L. ടൈമിന്റെ ഡയമെൻഷൻ T. ഇതൊക്കെ അറിയില്ല. ഞാൻ പറയുമ്പോഴേ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഈ സാധനം ഉണ്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഡയമെൻഷൻ ചോദിക്കാതെ എല്ലാ വർഷവും ഒരു ക്വസ്റ്റനുകളാണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റനുകൾ ഡയമെൻഷൻ ബേസ് ചെയ്ത ക്വസ്റ്റനുകളാണ്. ഓക്കെ, കറണ്ടിന്റെ ഡയമെൻഷൻ എന്താ? A അല്ലെങ്കിൽ I ഉപയോഗിക്കാം. ആംപിയറിന്റെ A അല്ലെങ്കിൽ കറണ്ടിന്റെ I ഉപയോഗിക്കാം ഡയമെൻഷൻ. ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ എന്താ? K, കെൽവിൻ K അല്ലെങ്കിൽ തീറ്റ ഉപയോഗിക്കാം. ഓക്കേ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. ലൂമിനസ് ഇന്റൻസിറ്റി CD. നമ്മുടെ റൂൾ അനുസരിച്ച് ഇത് സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം.
ഇങ്ങനെ കാണുന്നുണ്ടോ? ഉണ്ടോ? നോർമലി ചിലപ്പോ ബ്രാക്കറ്റ് ഇട്ട് തരാറില്ല, ഇല്ലെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റൂൾ അനുസരിച്ച് നമ്മൾ ഇതേപോലെ സ്ക്വയർ ബ്രാക്കറ്റിൽ വേണം ഇടാൻ. നമ്മളിപ്പോ ഇനി എഴുതാൻ പോകുന്നതിന് ബ്രാക്കറ്റ് ഇട്ടുകൊണ്ട് സമയം കളയണ്ട കേട്ടോ. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാമല്ലോ. സോ മാസിന്റെ ഡയമെൻഷൻ m, ലെങ്തിന്റെ ഡയമെൻഷൻ l, ടൈമിന്റെ ഡയമെൻഷൻ t, ക്ലിയർ ആയില്ലേ? ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ k. ഏതെങ്കിലും യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ k ഇല്ല, അതിന് പകരം t ആണെങ്കിൽ t ആണ് അവിടെ യൂസ് ചെയ്തത്. അത്രേ ഉള്ളൂ. ക്ലിയർ? ഓക്കേ. കറണ്ടിന്റെ ഡയമെൻഷൻ കറണ്ട് a അല്ലെങ്കിൽ amount of substance luminosity. ഇത്രയും സാധനത്തിന് ഡയറക്റ്റ് ഡയമെൻഷൻ ഉണ്ട്. ഡയറക്റ്റ് ഡയമെൻഷൻ എന്ന് പറയാൻ കാരണം ഇത്രയും സാധനം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. ഈ ഒരു സാധനം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? എമ്മിന്റെ ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ m, മാസിന്റെ ഡയമെൻഷൻ എന്താണെന്ന് വെച്ചാൽ m. അത് അടിച്ചു വെക്കണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ. ലെങ്തിന്റെ അപ്പൊ ഇത്രയും ഡയറക്റ്റ് ആണ്. ഇത്രയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വിളിച്ചേക്കുന്നത്. ശരിയല്ലേ? ഇനി ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷനായി. കാര്യം മനസ്സിലാവുണ്ടല്ലോ. സ്പീഡ് ഇസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. മനസ്സിലാവുണ്ടോ? സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? എന്താ സ്പീഡിന്റെ ഇക്വേഷൻ? സ്പീഡ് എന്ന് പറഞ്ഞൊരു വേർഡ് പറയാൻ ശ്രദ്ധിച്ചോ. സ്പീഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇവിടെ ഉണ്ടോ ഇല്ലയോ? സ്പീഡ് എന്ന് പറഞ്ഞ വേർഡ് ഈ ഞാൻ എഴുതിയേക്കണതിൽ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് ഫണ്ടമെന്റൽ അല്ല. അപ്പൊ അതെന്താ? ഫണ്ടമെന്റൽ ആരൊക്കെ ഉള്ളൂ? ഇത്രയും പേരേ ഉള്ളൂ. അപ്പൊ അല്ലാതെ ഞാൻ ഇനി എന്ത് എഴുതിയാലും അത് ഡിറൈവ്ഡ് ആണ്. ശരിയല്ലേ? അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. അല്ലേ? അപ്പൊ ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അറിയേണ്ടത് ആ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ആണ്. നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ചിരിക്കുന്ന എല്ലാ ഇക്വേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം, നല്ല ഡയമെൻഷൻ എഴുതാൻ പറ്റും. ഓക്കെ? നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യിക്കും? ഇന്ന് നിങ്ങൾ ഡയമെൻഷൻ ക്ലിയർ ആയിട്ട് ഇവിടുന്ന് പോകും. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ എഴുതിയേക്കണയിൽ ആരുമായിട്ടാണ് മാച്ച് ആവുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നീളമാണ് അല്ലേ? ദൂരമാണ്. അത് ആരുമായിട്ട് മാച്ച് ആവും? ലെങ്ത്. അപ്പൊ ലെങ്തിന്റെ ഡയമെൻഷൻ എന്താ? L. അപ്പൊ ഡിസ്റ്റൻസിന്റെ L ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആരാ? ടൈം. ടൈം ഇവിടെ ഉണ്ടോ? ഉണ്ട്. ടൈമിന്റെ ഡയമെൻഷൻ എന്താ? T. അപ്പൊ L by T. അപ്പൊ സ്പീഡിന്റെ ഡയമെൻഷൻ എന്താ? L by T എന്ന് പറഞ്ഞാൽ L T മോളിൽ വരുമ്പോൾ എന്ത് വരും? T raised to -1. അതൊക്കെ അറിയാലോ, ബേസിക് മാത്സ് ഒക്കെ അറിയാലോ. അപ്പോ സ്പീഡിന്റെ ഡയമെൻഷൻ എന്താ? L T raised to -1. L T raised to -1. ഓക്കേ ആണോ? വെലോസിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ചേ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ വേണം എനിക്ക്. എങ്ങനെയാ വെലോസിറ്റി ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയണം. എന്താ വെലോസിറ്റി ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കേ, പോരട്ടെ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആരുമായിട്ട് മാച്ച് ആവും? ഇവിടെ ലെങ്ത് by t. So L T raised to -1. മനസ്സിലായോ? അപ്പൊ ഒരേ ഡയമെൻഷൻ ഒന്നിൽ കൂടുതൽ ക്വാണ്ടിറ്റീസിന് വരാം. ശരിയാണോ? ഓക്കേ. ആക്സിലറേഷൻ ഡയമെൻഷൻ പറഞ്ഞേ. ആക്സിലറേഷൻ ഡയമെൻഷൻ പറ. എന്താ ആക്സിലറേഷൻ ഇക്വേഷൻ? എന്താണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ വെലോസിറ്റി ബൈ ടൈം. ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ v by t. വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണോ? യെസ്. ന്യൂമറേറ്ററിൽ ആരാ കിടക്കുന്നത്? വെലോസിറ്റി അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. രണ്ട് ഡയമെൻഷൻ വൈസ് സെയിം ആണ് അല്ലേ? അപ്പോൾ വെലോസിറ്റി ഡയമെൻഷൻ എന്താ? നമ്മുടെ ന്യൂമറേറ്ററിലെ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? L T raised to -1. ഡിനോമിനേറ്ററിലോ? T. അപ്പോൾ മൊത്തം എത്ര വരും? L T raised to -1. ഈ T മോളിൽ പോകുമ്പോൾ again T raised to -1.
minus 1. T raised to minus 1, T raised to minus 1. A raised to m into A raised to n. A raised to m plus n. അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഉറപ്പാണോ? അപ്പോ സ്പീഡിന്റെ ഡയമെൻഷൻ എന്താ? L T raised to minus 1. വെലോസിറ്റി ഡയമെൻഷൻ എന്താ? L T raised to minus 1. ആക്സലറേഷൻ ഡയമെൻഷൻ എന്താ? L T raised to minus 2. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ചെയ്യ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ചെയ്യ്. ഞാൻ പറയുന്നതിന്റെ ഡയമെൻഷൻസ് ഇനി ചെയ്തു കാണിക്കുക. ഡയമെൻഷൻ എന്താ ആദ്യം പഠിക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഫോഴ്സ് ആവട്ടെ. ഫോഴ്സിന്റെ ഡയമെൻഷൻ അറിയണമെങ്കിൽ ഫോഴ്സിന്റെ എന്തറിയണം? ഇക്വേഷൻ F equal to ma. F equal to ma. F equal to ma. ഇക്വേഷൻ ഞാൻ തന്നു. അറിയരുത് എന്ന് തന്നെ പഠിക്കാം അല്ലേ? F equal to ma. വരട്ടെ ഡയമെൻഷൻ വരട്ടെ. m എന്താ? മാസ്. മാസിലേക്കുള്ളൂ m. A acceleration നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ആക്സലറേഷൻ ഡയമെൻഷൻ എന്താ? L T raised to minus 2. അപ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? mL T raised to minus 2. ക്ലിയർ ആയോ? വർക്കിന്റെ ഡയമെൻഷൻ പറ. ജൂള. വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ. ശരിയല്ലേ? വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂൾ. യൂണിറ്റ് അല്ല ഞാൻ ചോദിച്ചത്. ഡയമെൻഷൻ. ചപ്പാത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇക്വേഷൻ അറിയില്ല അല്ലേ? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് W equal to F into S അല്ലെങ്കിൽ F into D പറഞ്ഞിട്ടുണ്ടാവും. ശരിയല്ലേ? F dot S എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവല്ലേ? പിന്നെ ഇല്ല പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താ വർക്കിംഗ് ഇക്വേഷൻ? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താ? ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാ. ഓക്കെ, ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്താ? mL T raised to minus 2. S എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ആരുമായിട്ട് മാച്ച് ആവും? ലെങ്ത്. അപ്പൊ ഇൻടു L. ഇവിടെ L, ഇത് L. അപ്പൊ എന്ത് വരും? mL square T raised to minus 2. അല്ലേ? പവറിന്റെ ഡയമെൻഷൻ പറ. പവർ work by time. Power equation work by time. ഇനി ചെയ്ത് work by time. അപ്പോൾ ഡയമെൻഷൻ എഴുതണമെങ്കിൽ നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം? എന്തറിയണം? ഇക്വേഷൻ അറിയണം. അപ്പോൾ പഠിക്കാത്ത ആരോടാ? തിരിച്ചെടുക്കാണ് ഏറ്റവും നല്ലത് അല്ലേ? നമുക്ക് ഇക്വേഷൻ അറിയില്ല. ബാക്കി പറഞ്ഞിട്ടുള്ളൂ. പവറിന്റെ ഇക്വേഷൻ പറ. പവറിന്റെ ഡയമെൻഷൻ പറ. ഡയമെൻഷൻ പറ. m L square T raised to minus 2 by T. എത്ര വരും? m L square T raised to minus 3. എല്ലാവർക്കും കിട്ടിയോ? പ്രഷർ. കാരണം ഞാൻ ഈ എഴുതിക്കുന്നത് പ്ലസ് 1 പ്ലസ് 2 എല്ലാ ചാപ്റ്ററിലും ആവശ്യമുള്ള ടോപ്പിക്കാണ്. ഇച്ചിരി സമയം എടുത്താലും വേണ്ടില്ല, ഇതെല്ലാം വേണം. അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തോട്ടെ. നീ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. പ്രഷർ ആവട്ടെ. പ്രഷറിന്റെ ഡയമെൻഷൻ പറ. പ്രഷറിന്റെ ഡയമെൻഷൻ അറിയണമെങ്കിൽ ഇക്വേഷൻ. ആ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ബൈ area. Force by area. Force by area.
10 കഴിയുമ്പോൾ നിർത്തുന്നോ? അല്ല, ഇത് ബ്രേക്ക് എടുക്കാൻ പോവാണോ? അല്ലെങ്കിൽ ഓഫ് ചെയ്തോ, ഇനി 2 എക്സാമ്പിൾ ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ കഴിയട്ടെ കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക് ബ്രേക്കിലേക്ക് എടുക്കും. എന്താണ് ഫോഴ്സിന്റെ m/2y ഏരിയയുടെ ഡയമെൻഷൻ എന്താ? പെട്ടു. ഏരിയയുടെ ഡയമെൻഷൻ എന്താ? ഏരിയയുടെ ഇക്വേഷൻ എന്താ? അപ്പൊ വീണ്ടും നമ്മൾ ഏരിയയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പഠിക്കാം. ഏരിയയുടെ ഇക്വേഷൻ എന്താ? എടാ ഏതെങ്കിലും ഒരു ഏരിയയുടെ ഇക്വേഷൻ പറയടാ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ, ഏറ്റവും സിമ്പിൾ റെക്ടാങ്കിൾ എന്താ? ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണേ. ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് അല്ലേ? ആണോ? ട്രയാങ്കിൾ ഹാഫ് BH, സർക്കിൾ πr² അല്ലേ? നിങ്ങൾ ഏരിയയുടെ എന്തെങ്കിലും ഒരു ഇക്വേഷൻ എടുക്ക്. ഏറ്റവും ഈസി ആയിട്ട് എടുക്കാവുന്ന സാധനം ഏതാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻടു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിൽ ആരുമായിട്ടാണ് മാച്ച് ആവണേ? ലെങ്ത്. അപ്പൊ L. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ് മാച്ച് ആവണേ? L. അപ്പൊ L ഇൻടു L എന്നല്ലേ വരുള്ളൂ. അപ്പൊ ഏരിയയുടെ ഡയമെൻഷൻ എന്താ? L². കിട്ടിയോ? അപ്പൊ അതോടെ ഇട്ട് കൊടുക്ക്. ഏരിയയുടെ ഡയമെൻഷൻ L². മോളിലെ L താഴെ L കട്ടായി. L m L⁻⁻1 d⁻². ചുമ്മാ എഴുതി വെക്കരുത്, മനസ്സിലായോ? നന്ദി പറയാം. ക്യാൻസൽ ചെയ്തത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഉറപ്പാണോ? അപ്പൊ ഇനി ഞാൻ ഒരു ക്വാണ്ടിറ്റി പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ എഴുതാൻ പറ്റുമോ? എന്തിലേ ഡൗട്ട് ഉള്ളൂ? ഇക്വേഷനിലെ ഡൗട്ട് ഉള്ളൂ. ഇക്വേഷൻ ഞാൻ തൽക്കാലം പറഞ്ഞാൽ എഴുതാൻ പറ്റുമോ? വോളിയം. വോളിയം ഞാൻ പറഞ്ഞത് അല്ലേ? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? ഞാൻ പറഞ്ഞു L³ അല്ലേ? L³ എന്തെങ്കിലും വോളിയത്തിന്റെ ഇക്വേഷൻ അറിയാമോ? ദൈവം സഹായിച്ച് അറിയില്ല. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് LBH. അപ്പൊ L³ വന്നില്ലേ? വോളിയം ഓഫ് എ സ്ഫിയർ, വോളിയം ഓഫ് എ സ്ഫിയർ 4/3 πr³ ആണോ? കേട്ടിട്ടുണ്ടോ? 4/3 നമ്പർ പൈ ഇട്ടു r³ r റേഡിയസ് ആ. റേഡിയസ് എന്ന് പറഞ്ഞാൽ നീളമാണ്. അപ്പൊ r ന്റെ L. അപ്പൊ L³ r³ L³ ശരിയല്ലേ? അപ്പൊ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താ? വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താ? L³. എഴുതിയോ? എഴുതിയോ? ഡെൻസിറ്റി. ഡെൻസിറ്റി ഡെൻസിറ്റി കഴിഞ്ഞ അവരുടെ ഡെൻസിറ്റിയുടെ എന്താ? mass by volume. Mass by volume. Mass by volume. വോളിയത്തിന്റെ എല്ലാം എത്ര വന്നു? മാസ് ബൈ വോളിയം. മാസ് m, വോളിയം L³. സോ m L⁻⁻3. ഒരു സമയമുള്ളതായില്ല, വച്ചോണ്ടിരിക്കുക. ക്ലിയർ ആയോ? ഇല്ല? ഇനി അറിയാൻ പോലെ എല്ലാം ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈ സാധനം എല്ലാം +2 ചാപ്റ്റർ തീരുന്നവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതില്ലേ +2 വരെ നിങ്ങൾ എന്തോരം ടഫ് എടുത്തിട്ട് എല്ലാം ഡയമെൻഷൻ അറിയിക്കണം. നമ്മൾ ഈ 10 മിനിറ്റ് തീർക്കണം. അങ്ങനെ എഴുതണേ. നമ്മുടെ പ്രശ്നം ഫ്രീക്വൻസി
frequency equation. Anybody? Frequency എന്തെങ്കിലും frequency equation പറ. 1 by time period. ആണോ? ഈ സാധനം കേട്ടിട്ടുണ്ടോ? ഇല്ല. Frequency കേട്ടിട്ടുണ്ടോ? Frequency എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? Frequency F equal to 1 by T കേട്ടിട്ടുണ്ടോ? 1 by time period. 1 by time period. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? One number. ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. ഡിനോമിനേറ്ററിൽ ആരാണ് പറഞ്ഞത്? ടൈം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് വരും? Again 1 by T തന്നെ വരും. T raised to -1. ഡിനോമിനേറ്ററിലെ T മോളിൽ പോകുമ്പോൾ എന്ത് വരും? T raised to -1. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ എല്ലാം ക്വാണ്ടിറ്റി ചെയ്യാൻ സമയമില്ല. അപ്പോൾ നിങ്ങളോട് ഏത് ക്വാണ്ടിറ്റി ചോദിച്ചാലും ഇത്രയും ഇനി ഞാൻ 3 ക്വാണ്ടിറ്റി ചോദിക്കും, പറയാൻ പോവാണ്. കാരണം നിങ്ങൾക്ക് ആ ലെവൽ കൂടി ചെയ്യാൻ അറിയാം. അതിന് വേണ്ടിയിട്ടാണ്. ഡയമെൻഷൻ പെട്ടെന്ന് തീരുന്ന ടോപ്പിക് അല്ല. ഈ ചാപ്റ്ററിലെ 70% കിടക്കുന്ന ഡയമെൻഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഏത് ക്വാണ്ടിറ്റി ചോദിച്ചാലും നിങ്ങൾക്ക് ഡയമെൻഷൻ ഇടാൻ പറ്റും. എന്തറിയാമെങ്കിൽ ഇക്വേഷൻ അറിയാം. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അടുത്തത് ചോദിക്കാം. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. What is the dimension of gravitational constant? ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത്ര നേരം നമ്മൾ പഠിക്കാൻ വേണ്ടി ചെയ്തു ബേസിക് സാധനങ്ങൾ. ഇവിടെ മുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്, ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അത്രയും പഠിച്ചാൽ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നുള്ള സാധനം കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഏത് ചാപ്റ്ററിലാണെങ്കിലും അറിയാം. ഏത് ചാപ്റ്റർ? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചായിട്ടോ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചായിട്ടോ? F equal to Gm1m2/r². പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? അതിനകത്തെ മനസ്സിലാക്കുക, F equal to Gm1m2/r². ഇങ്ങനെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? m1 മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ്, m2 മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് വിത്ത് ഡിസ്റ്റൻസ് r ആണെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് F. F എന്താ? ഫോഴ്സ് ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ക്ലിയർ? m1 എന്താ? mass of the first body, m2 എന്താ? mass of the second body. What is r? distance, radius അല്ല, distance between the masses. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ F എന്താണെന്ന് മനസ്സിലായി, m1 m2 എന്താണെന്ന് അറിയാം, r നമുക്കറിയാം. ഇതിനകത്തെ g ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാനിപ്പോ ചോദിച്ച ചോദ്യം എന്താണ്? എന്തിന്റെ ഡയമെൻഷൻ കാണാനാണ് ചോദ്യം? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ കാണാനാണ്. അപ്പൊ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഉള്ള ഒരു ഇക്വേഷൻ ആദ്യം എഴുതാം, എന്നിട്ട് അതിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. എനിക്ക് g എന്താണെന്നാണ് അറിയേണ്ടത്. F equal to Gm1m2/r² ആണെങ്കിൽ g equal to എത്ര വരും? ഈ ഇക്വേഷനിൽ നിന്ന് g equal to എത്ര എന്ന് പറ. ഈ r² ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ m1 m2 താഴേക്ക് വരിക. ക്ലിയർ ആയോ? ഓക്കേ. അപ്പോൾ g equal to എന്ത് വരും? Fr²/m1 m2. ക്ലിയർ ആയോ? ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഓക്കേ അല്ലേ? ഈ r² ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ m1 m2 താഴെ ഡിനോമിനേറ്ററിലേക്ക് വാ. അപ്പോൾ g equal to എന്ത് വരും? Fr²/m1 m2. ഇത്രയും ക്ലിയർ ആയോ എന്ന് ആദ്യം പറയാം. ക്ലിയർ ആയോ ഇല്ലയോ? ഉറപ്പാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി ഡയമെൻഷൻ എഴുതി തുടങ്ങാം. നമുക്ക് g യുടെ ഡയമെൻഷൻ ആണ് വേണ്ടത്. അപ്പോൾ g ക്ക് ഒരു ഇക്വേഷൻ ആദ്യം എഴുതുക എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഡയമെൻഷൻ എഴുതി സ്റ്റാർട്ട് ചെയ്യാം. F എന്താ? ഫോഴ്സ് അല്ലേ? ആ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ml t raised to -2. എന്താ r? ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ എന്താ? L. ഇവിടെ നമുക്ക് r² ഉണ്ട്. അപ്പോൾ L². ക്ലിയർ? ഓക്കേ. എന്താണ് m1? മാസിന്റെ ഡയമെൻഷൻ m. എന്താണ് m2? മാസ്. അപ്പോൾ വീണ്ടും m. അപ്പോൾ ഒരു m കട്ടായി.
ഓക്കേ ഈ m മോളിൽ പോകുമ്പോൾ എന്ത് വരും m raised to -1 ഇവിടെ ഒരു l ഉണ്ട് ഇവിടെ ഒരു l² ഉണ്ട് മനസ്സിലാക്കുക ഇവിടെ ഒരു l l² അപ്പോൾ എന്ത് വരും l³ t raised to -2 അപ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ എന്താ m raised to -1 l³ t raised to -2 മനസ്സിലായോ അപ്പാണോ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായോ ക്ലിയർ ആയില്ലേ അടുത്ത തരട്ടെ രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് ബ്രേക്ക് എടുക്കാം ഈ ഫ്ലോയിൽ ഒക്കെ തീരട്ടെ അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ ചാർജിന്റെ ഡയമെൻഷൻ എന്തൊക്കെ ചാർജ് ചാർജ് ചാർജിന്റെ ഡയമെൻഷൻ പറ എല്ലാം പഠിച്ചു എന്നൊക്കെ ഓർത്താണ് കേട്ടോ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജസ് ആദ്യത്തെ വേർഡാണ് ഇലക്ട്രിക് ചാർജ് ആ ചാർജിന്റെ ഡയമെൻഷൻ ആണ് ചോദിക്കുന്നത് ചാർജിന് ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാ Q അല്ലേ കറണ്ട് ഇലക്ട്രിസിറ്റി കറണ്ടിന്റെ ഇക്വേഷൻ ഉണ്ട് I = Q/T അപ്പോൾ Q കിട്ടുന്നത് I = Q/T അപ്പോൾ Q കിട്ടുന്നത് I × T ഇത് ഡയമെൻഷൻ നമുക്ക് I എന്താ കറണ്ടിന്റെ ഡയമെൻഷൻ എന്താ നമ്മൾ എഴുതിയിട്ടുണ്ട് ഒക്കെ എഴുതിയിട്ടുണ്ട് a അല്ലെങ്കിൽ I തന്നെ ഇടാം ഓക്കേ t ടൈം അതിനെന്താ ശരിയല്ലേ അപ്പോൾ ചാർജിന്റെ ഡയമെൻഷൻ ചോദിച്ചാൽ എന്തറിയാം ചാർജിന്റെ ഡയമെൻഷൻ ചാർജ് q = I × t I യുടെ a t യുടെ t at is the dimension of charge ആണോ ഇല്ലയോ അതെ ഇത് വരെ ക്ലിയർ ആണോ പറഞ്ഞത് അത്രയും വ്യക്തമായിട്ട് മനസ്സിലായോ ചേട്ടാ സർ പറഞ്ഞത്ര മനസ്സിലായോ ഓക്കേ അല്ലേ ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്താ സാധനം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഇത് ചെയ്തു കഴിഞ്ഞാൽ ബ്രേക്ക് എടുക്കും permittivity of free space ഏതാ ലെറ്റർ അല്ല epsilon 0 find the dimension of epsilon 0 permittivity of free space ഉറങ്ങുന്ന മനസ്സിലാക്കില്ലേ permittivity of free space ഒരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ എന്തറിയണം ഇക്വേഷൻ permittivity of free space വരുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ പറഞ്ഞേ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും എപ്സിലോൺ 0 അവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ എവിടെയെങ്കിലും ഉണ്ടായാൽ മതി പറഞ്ഞേ LHS ലാണെന്ന് പറഞ്ഞു F is equal to yes F is equal to our type 1/4 pi epsilon 0 q1 q2 by c q1 q2 എന്താ അതിനാ ഞാൻ ഇപ്പോൾ ചെയ്യിച്ചത് മനസ്സിലായോ എന്താ r ഡിസ്റ്റൻസ് ക്ലിയർ ആയില്ലേ ഇനി epsilon 0 യുടെ ഡയമെൻഷൻ വേണ്ടേ അപ്പോൾ epsilon 0 ന്റെ ഇക്വേഷൻ വേണ്ടേ ഇതിന് epsilon 0 യുടെ ഇക്വേഷൻ എടുക്കേ പറ epsilon 0 equal to പറട്ടെ 1/4 pi f q1 q2 by r square ല്ലേ എന്താ q1 എന്താ ചാർജ് ഒരു ചാർജിന്റെ ഡയമെൻഷൻ എന്താ a × t അടുത്ത q2 എന്താ അനദർ ചാർജ് അതിന്റെ ഡയമെൻഷൻ എന്താ a × t ല്ലേ 4 pi കോൺസ്റ്റന്റ് കളഞ്ഞു
നമ്പർ. എഫ് എന്താ? ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ആർ എന്താ? ഡിസ്റ്റൻസ്. അപ്പൊ ആർ സ്ക്വയർ ആയതുകൊണ്ട് എൽ സ്ക്വയർ. ഓക്കേ. സോ ഇത് നോക്കിയേ, ന്യൂമറേറ്ററിൽ a സ്ക്വയർ t സ്ക്വയർ m l ക്യൂബ് p raised to minus 2. സോ ഈക്വൽ ടു ആ ഡിനോമിനേറ്റർ കിടക്കുന്ന എല്ലാം ഞാൻ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. m raised to minus 1, l raised to minus 3, t raised to 2. ഇനി ന്യൂമറേറ്ററിൽ എഴുതാം a സ്ക്വയർ t സ്ക്വയർ. So that is m raised to minus 1, l raised to minus 3, t square. അപ്പോൾ എത്ര വരുന്നു? t raised to 4,